ഇന്ന് 12:15 മണിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് മാത്രമല്ല ലോകത്തെ മുഴുവൻ ജനങ്ങളോടുമായി ഒരു വസ്തുത അറിയിക്കുകയുണ്ടായി. ആ വസ്തുത വരുന്ന അവസരത്തിൽ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ബിജെപിയെ തേടി എത്തിയിരുന്നു. അയ്യോ, ഇങ്ങനെ പ്രധാനമന്ത്രി പെരുമാറ്റച്ചട്ടം വന്ന ശേഷം എന്താ പറയാൻ പോകുന്നത്? ഔപചാരികമായി അദ്ദേഹം ഔപചാരികമായി പറഞ്ഞത് ഏതൊരു രാജ്യത്തിന്റെയും അവരുടെ വാർത്താവിനിമയ രംഗം ഒന്നടങ്കം 3 മിനിറ്റ് കൊണ്ട് ഇന്ത്യ ആഗ്രഹിച്ചാൽ, ഇന്ത്യ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കില്ല, ഇന്ത്യ ആഗ്രഹിച്ചാൽ ഏത് ശത്രുരാജ്യത്തിന്റെയും ഏത് രാജ്യത്തിന്റെയും വാർത്താവിനിമയ രംഗം ഒന്നടങ്കം 3 മിനിറ്റ് കൊണ്ട് വധിക്കാൻ, നിശ്ചലമാക്കാൻ സാധിക്കുന്ന രാജ്യമായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനായാലും ചൈനയായാലും നമ്മളോടൊരു ഏറ്റുമുട്ടലിന് വേണ്ടി വന്നാൽ നമ്മൾ ഇന്ന് വിജയകരമായി നമ്മൾ വിജയിച്ച പരീക്ഷണം, ആ മിസൈല് ഒന്ന് ചുറ്റുമർത്തിയാൽ 3 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാനിൽ പിന്നെ ആർക്കും TV കാണാൻ സാധിക്കില്ല. എല്ലാം നിശ്ചലമാണ്. കമ്പിത്തപാൽ ഉണ്ടാവില്ല, മൊബൈൽ ഫോൺ ഉണ്ടാവില്ല. ഈ 3 മിനിറ്റ് കൊണ്ട് അവരെയൊക്കെ നിശ്ചലമാക്കാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കില്ല. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേണ്ടി വന്നാൽ നിശ്ചലമാക്കാൻ സാധിക്കുന്ന ലോകത്തിലെ മഹാശക്തിയായി 4ാമത്തെ രാജ്യമായി സ്വയം നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യ രാജ്യം മാറിയിരിക്കുകയാണ്. സ്നേഹിതന്മാരെ, കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. നിങ്ങൾക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, സർജിക്കൽ സ്ട്രൈക്ക് ഇംഗ്ലീഷ് വാക്കാ, മിന്നലാക്രമണം എന്നാണ് മലയാളം പറയുന്നത്. എന്തുവാകട്ടെ, പദം സർജിക്കൽ സ്ട്രൈക്ക് നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയാം. 3 എണ്ണമാ വിജയകരമായി ഇന്ത്യ നടത്തിയത്. അതിനു മുമ്പ് അമേരിക്കയും ഇസ്രയേലും അല്ലാതെ ലോകത്ത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി വിജയിച്ച ഒരു രാജ്യത്തെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ചൈനയ്ക്ക് പോലും സാധിച്ചിട്ടില്ല, റഷ്യക്ക് പോലും സാധിച്ചിട്ടില്ല. പക്ഷേ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഒരാളിന്, ഒരു സൈനികന്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തില് ശത്രുരാജ്യം അറ്റാക്ക് ചെയ്താൽ ആരാണോ അറ്റാക്ക് ചെയ്തത് അവനെ കണ്ടെത്തി അവന്റെ രാജ്യത്ത് പോയി അവനെ ഉന്മൂലനം ചെയ്ത ശേഷം ഒരു പോറല് പോലും ഏൽക്കാതെ തിരിച്ചെത്തുന്ന വിസ്മയകരമായ മുന്നേറ്റം ഇന്ത്യ രാജ്യം ഉണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ ബർമയുടെ പേരാണല്ലോ മ്യാൻമർ. അവിടെ കാടിന് അടുത്തുകൂടി പോയപ്പോൾ അവിടെ ഉൾഫ തീവ്രവാദികൾ നമ്മുടെ സൈനികരെ വാഹനത്തെ ആക്രമിച്ചു കൊന്നു. 11 ദിവസത്തിനുള്ളിൽ മ്യാൻമർ കാട്ടിൽ, ബർമയുടെ കാടുകളിൽ അഭയം തേടിയിരുന്ന ആ തീവ്രവാദികളെ രാത്രിയുടെ അന്ത്യയാമത്തിൽ നിശ്ചിത സമയത്ത് ചെന്ന് അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഇല്ലാതാക്കിയ ശേഷം ഇന്ത്യൻ പട്ടാളം അത്ഭുതകരമായി നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തി. നമ്പർ 1, ഒന്നാമത്തെ വിജയം. രണ്ടാമത്തെ നിങ്ങൾക്കെല്ലാം അറിയാൻ ഞാൻ പറഞ്ഞ സമയം എടുക്കുന്നില്ല. ഉറിയിലെ പാകിസ്ഥാൻ പട്ടാളത്തിൽ